കേരളത്തിൽ പുത്തൻവാദികളോട് സലാം പറയുകയോ സഹകരിക്കുകയോ പാടില്ല എന്ന ഒരു നിലപാടുകാരനുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്തുപോയാൽ ഇതൊന്നും ബാധകമല്ല. കുവൈത്തിലെത്തിയാൽ ഷെയ്ഖ് നാദിർ നൂരിമാരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ഐക്യ കരാർ വരെയും, ഇനി തിരുവാണ് ലക്ഷ്യമെങ്കിൽ ഹറമിലെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് വരെയും, അതല്ല ഇനിയും സൂഫിസം നെഞ്ചിൽ ബാക്കിയുണ്ട് എന്ന് ഭക്തരെ ബോധിപ്പിക്കേണ്ട സാഹചര്യം എത്തിയാൽ ഈ സൗഹൃദം അന്നഹദയുടെ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് മോറ വരെയും ആകാം. ഇതിനെല്ലാത്തിലും ഉപരി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഒരു ക്ഷണം ലഭിച്ചാൽ അതിനി സാക്ഷാൽ റജബ് തൊയ്യബ് ഉർദുഗാനാണെങ്കിൽ പോലും ആ ക്ഷണം സ്വീകരിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും പ്രശ്നമില്ല. ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ വീണ്ടും പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല എന്ന പതിവ് നിലപാട് പറച്ചിലും. പൊതുവേദികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം പാടില്ല എന്ന് അഹ്ലുസുന്നയുടെ നിലപാട് പറയുന്ന ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകളുമായി വേദികൾ പങ്കിടുന്നു. സമൂഹത്തിൽ പ്രോഗ്രസീവായ എന്തെങ്കിലും കണ്ടാലുടനെ സ്ത്രീ പുരുഷ സങ്കലനത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും അതേസമയം സ്വന്തം സ്ഥാപനത്തിൽ അക്കാദമിക കാര്യങ്ങളാൽ ഈ സ്ത്രീ പുരുഷ സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സമൂഹത്തിലെ ഇതര സംഘടനകളെ വിശ്വാസപരതയുടെ പേരിൽ അന്യവൽക്കരിക്കുന്ന ഇദ്ദേഹം നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളോടുള്ള സഹകരണങ്ങളും സഹായങ്ങളും ഉറപ്പുവരുത്തുമ്പോൾ ഈ വിശ്വാസപരത ഒരു പ്രശ്നമാകാതെ വരുന്നു. മതത്തിന്റെ സാമൂഹിക വേരുകൾ പിഴുതറിയലാണ് തങ്ങളുടെ സാംസ്കാരിക വിപ്ലവമെന്ന് പരസ്യമായി ഭൗതികവാദികൾ പ്രഖ്യാപിക്കുമ്പോഴും അവരോടുള്ള സഹകരണവും സഹായവും ഇവർ ഉറപ്പുവരുത്തുകയാണ്. ഇക്കൂട്ടർ തങ്ങളുടെ തലമുറകളിലേക്ക് മതനിരാസത്തിന്റെ ബ്രെയിൻ മാപ്പിംഗ് നടത്തുമ്പോഴും അവരുടെ ആശങ്ക ജമാഅത്തെ ഇസ്ലാമി മതേതര ജനാധിപത്യ ഇടങ്ങളിൽ എത്തുന്നു എന്നതാണ്. അപ്പോഴും ഈ സോക്കോൾഡ് മതേതര ചേരിയിലെ വിറക് വെട്ടിയും വെള്ളം കോരിയുമാണ് തങ്ങൾ എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ കാണുമ്പോൾ ആത്മീയതയെ കച്ചവടമാക്കിയ ഇക്കൂട്ടർക്ക് തോന്നുന്ന വെറുമൊരു വിരോധം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിമർശനങ്ങൾ.